Good morning and welcome to വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ പഴയ പല കാര്യങ്ങളും ചർച്ചാ പ്രമേയമായി വരുന്നത് സ്വാഭാവികം. നമുക്കറിയാവുന്നതുമാതിരി പ്രളയ കാലഘട്ടത്തിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ അത്ര മികച്ചതായിരുന്നില്ല എന്ന നിലയ്ക്കുള്ള വാഗ്വാദങ്ങൾ കോൺഗ്രസുകാർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അവരുടെ പക്ഷം പിടിക്കുന്ന ഒരു അമിക്കസ് ക്യൂറി പ്രളയം തന്നെ മനുഷ്യനിർമ്മിതമാണ് എന്ന് റിപ്പോർട്ട് കൊടുത്തതും വലിയ വാർത്തയായി തീർന്നിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട്, കോൺഗ്രസുകാർ കൊടുത്ത ആ റിപ്പോർട്ട് അവരുമായി നല്ല പൊരുത്തമുള്ള BJPയുടെ നേതാവ് അമിത്ഷാ വരെ ഉപയോഗിക്കുന്നതും നാം കണ്ടു. ഇന്ന് ദേശാഭിമാനി അതിന്റെ ഒന്നാം പുറത്ത് ലീഡ് വാർത്തയായി തരുന്നത് പ്രളയത്തിന്റെ കാലത്ത് കോൺഗ്രസ് നടപ്പാക്കിയ വാഗ്ദാനങ്ങൾ 1000 വീട് നിർമ്മിച്ചു നൽകും. അതായിരുന്നു അവർ നൽകിയ വാഗ്ദാനം. ആ വാഗ്ദാനത്തിന്റെ ഗതി എന്തായി? MM ഹസൻ ആയിരുന്നു അന്ന് പ്രസിഡന്റ്. ഹസൻ അറിയാമോ അതിന്റെ ഗതി വിഗതികൾ? നോക്കൂ, ആ വാർത്ത ദേശാഭിമാനി തരുന്നു. കോൺഗ്രസിന്റെ 1000 വീടും എവിടെ? പിരിച്ച പണവും എവിടെ? പണം പിരിച്ചു, പക്ഷേ അത് വീടായി പരിവർത്തിച്ചില്ല. എവിടെ വീട് അഥവാ പിരിച്ച പണം? 50 വീട് നിർമ്മിച്ച് നൽകിയതായി പോലും രേഖയില്ല. പ്രളയക്കെടുതിയിൽപ്പെട്ടവരെ സഹായിക്കാൻ KPCC പ്രഖ്യാപിച്ച 1000 ഭവന പദ്ധതിയുടെ പേരിൽ അരങ്ങേറിയ വൻ തട്ടിപ്പ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺഗ്രസുകാർ നാട്ടുകാരിൽ നിന്ന് പിരിച്ച കോടിക്കണക്കിന് രൂപ ശൂന്യതയിലായതിന് പിന്നാലെയാണ് 1000 വീട് പദ്ധതിയിലെ തട്ടിപ്പ് പുറത്തു വന്നത്. ഒരു മണ്ഡലം കമ്മിറ്റി 5 ലക്ഷം രൂപ മുടക്കി ഒരു വീട് വീതം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ 2018 ആഗസ്റ്റ് 21 പ്രഖ്യാപിച്ചത്. പദ്ധതിക്കായി KPCC നേരിട്ട് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചു. മണ്ഡലം കമ്മിറ്റികൾ സ്വന്തം നിലയ്ക്കും പിരിവ് നടത്തി. എന്നാൽ 1000 വീട് പോയിട്ട് 50 എണ്ണം പോലും നിർമ്മിച്ചു നൽകിയതായി രേഖയില്ല. വിവിധ പദ്ധതികൾ അനുസരിച്ച് MLA-മാർ വഴി അനുവദിക്കപ്പെട്ട വീടുകളും KPCC ഭവന പദ്ധതിയുടെ അക്കൗണ്ടിൽ പെടുത്തി. പദ്ധതിയെക്കുറിച്ച് ഹസൻ ദേശാഭിമാനിയോട് പറഞ്ഞത് ഇങ്ങനെ: ഞങ്ങൾ പ്ലാൻ ചെയ്തതനുസരിച്ച് പണം പിരിഞ്ഞില്ല. ആകെ 3 കോടി രൂപ മാത്രമേ കിട്ടിയുള്ളൂ. 300ഓളം വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. 200 എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. എന്നാൽ വിവിധ DCC പ്രസിഡന്റുമാർ ഇതിന് വിരുദ്ധമായ വെളിപ്പെടുത്തലാണ് നടത്തിയത്. ഒന്നും നിർമ്മിച്ചു നൽകിയില്ല. 3 കോടി രൂപ പിരിച്ച പണം എവിടെ? അല്ലെങ്കിൽ 1000 വീട് എന്ന വാഗ്ദാനം എവിടെ? കോൺഗ്രസ് അങ്ങനെയാണ്. എന്നും വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത്. അത് നേടിയെടുക്കണം എന്ന യാതൊരു ധാരണയും അവർക്കില്ല. അത് ലോ കമാൻഡിന്റെ കാര്യത്തിലായാലും അങ്ങ് ദില്ലിയിലെ ഹൈ കമാൻഡിന്റെ കാര്യത്തിലായാലും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJPക്ക് ഒരു ചാകരകാലമാണത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിൽ ജയിക്കാതിരിക്കുന്നതിന് കാരണം അവർക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുണ്ടല്ലോ, ആ വോട്ട് വിൽപ്പനയുടെ ഒരു കാലം കൂടിയാണ്. BJPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലം വെറുതെ വോട്ട് വിറ്റ് ഉപജീവനം ഉദരംബരത്വം നടത്തുക എന്നതാണ് അതിൻ്റെ നേതാക്കളുടെ ഒരു രീതി. ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറം ആദ്യ വാർത്ത കാണുക. കഴിഞ്ഞ തവണത്തെ വോട്ട് വാങ്ങാൻ ഇത്തവണ BJPക്കാകുമോ? കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടെങ്കിലും കിട്ടണ്ടേ? ഒരു പാർട്ടി കൺസിസ്റ്റന്റായി ഉറച്ച നിലപാടെടുക്കുന്ന പക്ഷം അതൊന്നും കിട്ടില്ല ഈ BJPക്ക്. വോട്ടു കച്ചവടത്തിൽ തത്രപ്പെട്ടു നിൽക്കുന്ന ഈ BJPക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു. അതിങ്ങനെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണയും നേടിയെടുക്കാനുള്ള ആർജവം BJPക്ക് ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് പലയിടത്തും വോട്ട് വിൽപ്പനയ്ക്ക് കരാറുണ്ടാക്കിയിട്ടുണ്ട്. ചിലരിൽ നിന്ന് ഇതിനുള്ള ഉറപ്പും വാങ്ങിയിട്ടുണ്ട്. കടലുണ്ടി, ചേളന്നൂർ എന്നിവിടങ്ങളിൽ LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എത്രയൊക്കെ വർഗീയത കളിച്ചാലും
കേരളത്തിൽ ഒരിടത്തും BJPക്ക് മുന്നിലെത്താനാവില്ല. എത്ര കാലമായി ഇവർ വോട്ട് വിൽപ്പന തുടങ്ങിയിട്ട്? ഒരു പാർട്ടിയുടെ വോട്ട് ഇങ്ങനെ വിൽപ്പന ചരക്കാക്കാമോ? വോട്ട് വിൽപ്പനയ്ക്ക് പല മണ്ഡലങ്ങളിലും കരാറായി കഴിഞ്ഞു. BJPയുടെ എത്ര സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം വോട്ട് കിട്ടുമെന്ന് പറയാനാകും? സ്ഥാനാർത്ഥിയുടെ ഒരു മുൻ നേതാവ് വല്ലാത്ത ഗതികേടിലാണിപ്പോൾ. വോട്ട് കരാറിന്റെ ഭാഗമായി അനുയായികളെല്ലാം മറുപക്ഷത്തായി പോയി. ഇതൊക്കെയാണ് BJP കേരളത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന തമാശ പ്രകടനങ്ങൾ. വോട്ട് വിൽപ്പനയാണ് അവർക്ക് കരണീയമായിട്ടുള്ളത്. കാരണം അവർക്കായി ജയിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ വോട്ട് എന്തുകൊണ്ട് വിറ്റുകൂടാ? അതാണ് അവരുടെ രീതി, അതാണ് അവരുടെ മനോഗതിയും. ചട്ടലംഘനത്തിന്റെ കാര്യത്തിൽ വടിയെടുത്ത് വീണ നിൽക്കുന്നു. മിക്കവാറും ചട്ടലംഘനം നടത്തിയതൊക്കെ BJPക്കാരുമാണ്. പ്രധാനമായി നടപടി ശക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അമിത്ഷായ്ക്കെതിരെ പരാതി കേന്ദ്ര കമ്മീഷന്. ശ്രീമതിക്കെതിരായ വീഡിയോയിൽ നടപടിക്ക് നിർദ്ദേശം. ശോഭാ സുരേന്ദ്രനെതിരായ പരാതിയിൽ റിപ്പോർട്ട് തേടി. പെരുമാറ്റച്ചട്ട ലംഘന പരാതികളിൽ സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കുമെതിരെ നടപടി ശക്തിപ്പെടുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരൻ, ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരായ പരാതികളിലാണ് തുടർ നടപടി. അമിത്ഷായുടെ പ്രസംഗത്തിനെതിരെ മുസ്ലിം ലീഗ് നൽകിയ പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു. വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചതിനെതിരായിരുന്നു ലീഗിന്റെ പരാതി. ശ്രീധരൻ പിള്ളയുടേത് ചട്ടലംഘനം എന്ന് കമ്മീഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങളെ അപഹസിച്ചതാണ് പിള്ള ചെയ്ത അപകടം. മുസ്ലിം സമുദായത്തെക്കുറിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻ പിള്ളയുടെ പരാമർശം പ്രഥമ ദൃഷ്ട്യാ തെരഞ്ഞെടുപ്പ് ലംഘനമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. ആ നിലയ്ക്ക് ഒട്ടുമിക്കവാറും BJPക്കാർക്കാണ് ഇതുമായി ബന്ധിപ്പിച്ച അടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില അഭിപ്രായങ്ങൾ, കേരളത്തെക്കുറിച്ച് പ്രകടിപ്പിച്ച ചില അഭിപ്രായങ്ങൾ കേരളത്തിന്റെ വികസിതാവസ്ഥയെ സംശയാതീതമായി തന്നെ വെളിവാക്കുന്നതാണ്. അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ചത് സമാധാനപരമായ സഹവർത്തിത്വത്തിന് രാജ്യത്തിന്റെ ഇതര ദിക്കുകളിൽ ഉള്ളവർക്ക് മാതൃകയാകാവുന്ന മഹനീയമായ മണ്ണാണ് വയനാടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. വയനാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളുടെ സ്നേഹവും സാഹോദര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടറിയണം. വൈവിധ്യങ്ങളുടെ ഈ മണ്ണിൽ എന്തുമാത്രം സ്നേഹത്തോടെയാണ് ആളുകൾ കഴിയുന്നത് എന്ന് നമ്മുടെ രാജ്യം പഠിക്കണം. അതായത് കേരളത്തിൽ നിന്ന് ശേഷം ഇന്ത്യ പഠിക്കണം എന്ന് രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിലെ ഇളയ തലമുറ പറയുന്നു എന്നതാണ് പ്രധാനം. രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത് വയനാട്ടിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കാണാൻ കഴിയുന്ന ശരാശരി മനുഷ്യാവസ്ഥ അമേഠിയിൽ 2 തവണ ജയിച്ച അമേഠിയിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. അതായത് വടക്കേ ഇന്ത്യ മാത്രം കണ്ടു പരിശീലിച്ച കേന്ദ്ര നേതാക്കൾ, രാഷ്ട്രീയക്കാർ അവരൊക്കെ കേരളത്തിൽ വന്ന് എപ്രകാരമാണ് കേരളം എന്ന് പഠിച്ച് ബാക്കി രാജ്യം അത് അനുകരിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ബാങ്കുകളെ തട്ടിച്ച് നാട് വിട്ട് കടന്നത് 26 പേരാണ്. ഇന്നലെ ആ വാർത്ത എല്ലാ പത്രങ്ങളും കൊടുത്തിരുന്നു. പക്ഷേ അതിൽ ഭൂരിപക്ഷം പേരും ഗുജറാത്തുകാരാണ്. 1-2 ആളുകൾ മോദികളുമാണ്. അതായത് മോദി സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഗുജറാത്തിലുള്ള ആളുകൾ, അവരൊക്കെയാണ് സമർത്ഥമായി കബളിപ്പിക്കാൻ പഠിച്ചിട്ടുള്ളത് ബാങ്കുകളെ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഈ മോദി സമുദായത്തിൽപ്പെട്ടവരൊക്കെ തട്ടിപ്പുകാരാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ഗുജറാത്തിൽ നിന്ന് വരുന്നവരൊക്കെ തട്ടിപ്പുകാരാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. തെറ്റായ ഒരു നേതാവിനെ ഉയർത്തിപ്പിടിച്ചാൽ ഒരു സംസ്ഥാനവും ജനതയും നേരിടേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. ഇന്ന് കേരള കൗമുദിയുടെ 1-ാം പുറം രാഹുലിന്റെ ആ പരാമർശത്തിനെതിരായ മോദിയുടെ ദയനീയമായ ഡിഫൻസാണ്. നമുക്ക്
മോദി പറയുന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കള്ളന്മാരാര് എന്ന കാര്യത്തിൽ നമുക്കതിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മോദിമാരെല്ലാം കള്ളന്മാരാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് സമുദായവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനം നൽകി നരേന്ദ്രമോദി രംഗത്ത് വന്നു. ഒരു തിരിച്ചടിയാണ് അദ്ദേഹം നൽകുന്നത്. ചൗക്കീദാർ ചോർ ഹേ എന്ന ആ ഒരു രീതിയുണ്ടല്ലോ, ആ ഒരു പ്രചരണം അത് നന്നായി മോദിയെ ഉലച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എല്ലാ മോദിമാരും കള്ളന്മാരായി എന്ന് പരാമർശം നടത്തിയ രാഹുൽ താൻ അംഗമായ പിന്നോക്ക സമുദായത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ മോദി പറഞ്ഞു. കോൺഗ്രസും സഖ്യകക്ഷികളും പറയുന്നത് സമൂഹത്തിലെ എല്ലാ മോദിമാരും കള്ളന്മാരാണെന്നാണ്. ഞാൻ ഉൾപ്പെടുന്ന പിന്നോക്ക സമുദായത്തെ അവഹേളിക്കാനുള്ള ഒരവസരവും അവർ പാഴാക്കുന്നില്ല. ഇത്തവണ എല്ലാ സീമകളും ലംഘിച്ച് എല്ലാ പിന്നോക്ക സമുദായങ്ങളെയും അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ് മോദി എന്ന് മോദി വിശദീകരിച്ചു. നോക്കൂ, കള്ളനാണ് എന്ന് വിശദീകരിക്കുമ്പം അത് പിന്നോക്കക്കാരെ വിളിക്കുന്ന ഒരു വിളിപ്പേരാക്കി മാറ്റുന്നു മോദി എന്ന് പറഞ്ഞാൽ കള്ളനല്ല എന്ന് സ്ഥാപിക്കാൻ മോദിക്ക് വലിയ വാദമുഖങ്ങളൊന്നുമില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം കഴിഞ്ഞു. വലിയ ബഹളങ്ങൾ കുഴപ്പങ്ങളൊക്കെ കുറെയൊക്കെ നടന്നു. ഇന്ന് 2ാം ഘട്ടമാണ്. ആ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വാർത്ത കേരള കൗമുദി 1ാം പുറത്തു തരുന്നു. അതിങ്ങനെ: ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 11 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടെ 95 മണ്ഡലങ്ങളിലാണ് ഇന്ന് വിധി എഴുതുക എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. കള്ളനോട്ടടിച്ച് മോദിയും കൂട്ടരും രാജ്യത്തെ വഞ്ചിച്ചപ്പോൾ സാധാരണക്കാർക്ക് ലഭിച്ചത് എന്ത്? ദീപിക ഇന്ന് അതിന്റെ 1ാം പേജിൽ പറയുന്നത് കാണുക. 50 ലക്ഷം തൊഴിലാണ് നഷ്ടപ്പെട്ടത് ഈ നോട്ട് നിരോധനത്തിലൂടെ. തൊഴിലൊന്നും നൽകിയില്ല എന്നതോ പോട്ടെ, നിലനിൽക്കുന്ന തൊഴിൽ സാധ്യത പോലും നഷ്ടപ്പെടുത്തിയ ആളുകളാണ് ഈ മോദി ഷാജി വിരുദ്ധന്മാർ. കാണുക, നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്ത് 50 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നഷ്ടമായെന്ന് വെളിപ്പെടുത്തൽ. 2011 2018 ഇടയിലുള്ള കാലയളവിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6% ഇരട്ടിച്ചുവെന്നും കണ്ടെത്തൽ. അസീം പ്രേംജി സർവകലാശാലയുടെ കീഴിലുള്ള സെന്റർ ഫോർ സസ്റ്റൈനബിൾ എംപ്ലോയ്മെന്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രജ്ഞ സിംഗ്, നമുക്കറിയാം, മലേഗാവ് സ്ഫോടന കേസിലെ പ്രതി. ഈ അടുത്ത ദിവസങ്ങളിൽ അവരെ വിട്ടയക്കുകയുണ്ടായി. അവർ സ്ഥാനാർത്ഥിയായി വരുന്നു. അവർ സ്ഥാനാർത്ഥിയായി വരുന്നത് പഴയ ഉമാഭാരതിയുടെ സ്ഥാനത്തേക്കാണ്. ഉമാഭാരതിക്ക് ഇത്തവണ ടിക്കറ്റ് കൊടുത്തിട്ടില്ല മോദി. പകരം പുതിയ ഒരു സന്യാസിനിയെ, ഒരു സ്വാധിയെ കൊണ്ടുവന്നിരിക്കുന്നു. പ്രജ്ഞ സിംഗ് ഭോപ്പാലിൽ BJP സ്ഥാനാർത്ഥി. ജന്മഭൂമി അഭിമാന പുരസ്സരം ആ വാർത്ത മുന്നോട്ട് വയ്ക്കുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ട് UPA ഭരണകാലത്ത് അരങ്ങേറിയ ഹിന്ദു ഭീകരവാദം എന്ന കോൺഗ്രസ് പ്രചരണത്തിന്റെ ഇര സാധ്വി പ്രജ്ഞ സിംഗ് താക്കൂറിനെ ഭോപ്പാലിലെ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചു. ആ കേസിൽ പെട്ടത് അവരെ ഇരയാക്കപ്പെട്ടതാണ്. അവർ ഇരയാണ് എന്നാണ് ജന്മഭൂമി പറയുന്നത്. ആ കേസിൽ NIA ഒത്തുകളിച്ചത് കൊണ്ടാണ് ആ കേസ് വിട്ടുപോയത് എന്ന് ആ കേസിന്റെ വാദം കേട്ട ജഡ്ജി വികാരത്തോടെ പറഞ്ഞു. കഷ്ടമായിരുന്നു ആ കേസ് കൈകാര്യം ചെയ്തത്. അത് NIA ആണ് അതിനകത്ത് കള്ളക്കളി കളിച്ച് ഈ സാധ്വയെയൊക്കെ മോചിപ്പിച്ചത് എന്ന് ജഡ്ജി പറയുമ്പോൾ ഇതാ ഇവിടെ BJP പറയുന്നു അവർ ഒരു ഇരയായിരുന്നു, ഇര മാത്രമായിരുന്നു എന്ന്. ശബരിമല കർമ്മസമിതി, ആ കർമ്മസമിതിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ പങ്കൊന്നുമില്ല. BJPക്ക് വിഷം ചീറ്റാനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തിയായി തടഞ്ഞപ്പോൾ വിഷകല എന്ന് വിശേഷിപ്പിക്കുന്ന ശശികലയും ശബരിമല കർമ്മസമിതിയും രംഗത്ത് പകരക്കാരായി വന്നു നിന്ന് വിഷം ചീറ്റൽ തുടങ്ങി. കമ്മീഷൻ അതും കയ്യോടെ പിടിച്ചു. അതും അനുവദിക്കപ്പെട്ടില്ല. ശബരിമല പ്രകോപന ഫ്ലക്സുമായി കർമ്മസമിതി കമ്മീഷൻ ഫ്ലക്സൊക്കെ തിരുവനന്തപുരത്ത് നീക്കം ചെയ്തു. സിറാജ് എന്ന പത്രത്തിന്റെ അവസാനപുറം വാർത്തയാണ്. വാർത്ത ഇപ്രകാരം: തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശബരിമല വിഷയം ഉൾപ്പെടെ മതങ്ങളുടെയും ദൈവങ്ങളുടെയും പേര് ഉപയോഗിക്കാൻ
പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ ഇത് മറികടക്കാൻ ശബരിമല കർമ്മസമിതി ഉപയോഗിച്ചുള്ള നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം വിവിധ ഇടങ്ങളിലായി കഴിഞ്ഞ ദിവസം 24 വലിയ ഫ്ലെക്സുകൾ സ്ഥാപിച്ചിരുന്നു. ആ വലിയ ഫ്ലെക്സുകളാണ് എടുത്ത് ദൂരെ കളഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുവഴി ശബരിമല കർമ്മസമിതിയുടെ ആ ജുഗുപ്സാവകമായ നീക്കം വിജയിച്ചില്ല എന്നാണ് വാർത്ത നമ്മോട് പറയുന്നത്. റെയ്ഡ് നടത്തുക എന്നതാണ് ഇപ്പോൾ മോദിയുടെയും ഷാജിയുടെയും പ്രധാന വിനോദം. നമ്മുടെ പണമൊക്കെ നമ്മൾ നേരത്തെ തന്നെ തരപ്പെടുത്തി. ഇനിയിപ്പോ ബാക്കിയുള്ളവരാണല്ലോ, അവരെ റെയ്ഡ് നടത്തി പിടിച്ചാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാം. പ്രധാനമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ നിന്ന് വലിയ ഖനമുള്ള ഒരു പെട്ടി തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് നാം എല്ലാം കണ്ടതാണ്. അതേക്കുറിച്ച് ഒന്നും പറയാതിരിക്കുമ്പോൾ ആ പെട്ടി ഒരു പ്രഹേളികയായി തുടരുമ്പോൾ പ്രതിപക്ഷ രംഗത്ത് റെയ്ഡ് വലുതായി നടക്കുന്നു. മനോരമ 1-ാം പേജിൽ ലീഡ് വാർത്തയായി തരുന്നു. കോപ്റ്റർ തിരച്ചിൽ ഒന്നും കിട്ടിയില്ല, റെയ്ഡ് വലയിൽ മുഖ്യമന്ത്രിമാരും. 2ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കാനിരിക്കെ ഒറീസ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെയും കർണാടക മുഖ്യമന്ത്രി HD കുമാരസ്വാമിയുടെയും ഹെലികോപ്റ്ററുകളിലും പുതുശ്ശേരി മുൻ മുഖ്യമന്ത്രി M രംഗസ്വാമിയുടെ വീട്ടിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റെയ്ഡ് നടത്തി. 3 റെയ്ഡിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ജോമി തോമസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ കനിമൊഴിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയെങ്കിലും വെറും കൈയോടെ റെയ്ഡ് നടത്തിയവർക്ക് പോകേണ്ടി വന്നു എന്നും വാർത്തകൾ പറയുന്നു. ഈ റെയ്ഡുകളെ സംബന്ധിച്ച് വീക്ഷണം എന്ന പത്രം 1-ാം പുറത്ത് തരുന്ന വാർത്ത പ്രസക്തമാണ്. കാണുക, അനന്തമായി റെയ്ഡുകൾ നടത്തി പ്രതിപക്ഷത്തെ ഉപദ്രവിക്കുകയാണ് മോഡി. പ്രതിപക്ഷത്തെ നേരിടാൻ മോദിയുടെ കൈവശം ഇനിയുള്ളത് റെയ്ഡുകൾ മാത്രമെന്ന് കോൺഗ്രസ്. ആദായ നികുതി വകുപ്പിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ദുരുപയോഗപ്പെടുത്തി മോദി സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് കോൺഗ്രസ്. അതാണ് വീക്ഷണം വാർത്തയായി തന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്തകൾ ഇതായിരിക്കുമ്പോൾ ഇന്ന് പെസഹ വ്യാഴാഴ്ച, നാളെ ദുഃഖ വെള്ളിയാഴ്ച, ഞായറാഴ്ച വലിയ പെരുന്നാൾ. ആ സാഹചര്യത്തിൽ മഴയും എത്തിയിരിക്കുന്നു. പെരുന്നാളിന് വിശേഷമായി ആക്കം കൂട്ടാൻ മംഗളം എന്ന പത്രം 1-ാം പേജിൽ തിരുവനന്തപുരത്ത് പെയ്തു തിമിർത്ത മഴയെ സംബന്ധിച്ച വാർത്ത, കേരളത്തിൽ പെയ്യുന്ന വേനൽ മഴയെ സംബന്ധിച്ച വാർത്ത നമുക്ക് തരുന്നു. വേനൽ കുളിരായി മഴയെത്തി, 5 ദിവസം പെയ്യും. പൊള്ളുന്ന ചൂടിനെ തെല്ലെന്ന് ശമിപ്പിച്ച് സംസ്ഥാനത്തുടനീളം ഇന്നലെ വേനൽ മഴ ലഭിച്ചു. 5 ദിവസം കൂടി സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ജെറ്റ് എയർവേസ് അതിന്റെ പറക്കൽ നിർത്തി. ആ വാർത്ത എല്ലാ പത്രങ്ങളും തന്നിരിക്കുന്നു. മാതൃഭൂമി അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കടക്കെണിയിൽ പ്രതിസന്ധിയിലായ സ്വകാര്യ വിമാന കമ്പനിയായ ജെറ്റ് എയർവേസ് ഇനി പറക്കില്ല. പ്രവർത്തനം നിലനിർത്താൻ 400 കോടി രൂപയുടെയെങ്കിലും അടിയന്തര വായ്പാ സഹായം നൽകണമെന്ന അഭ്യർത്ഥന ബാങ്കുകൾ നിരസിച്ചതോടെ പൂട്ടാതെ മറ്റു മാർഗം ഇല്ലാതായിരിക്കുന്നു. ഇന്നു മുതൽ അത് പറക്കുന്നില്ല എന്ന വാർത്ത നമുക്ക് പത്രങ്ങൾ തരുന്നു. സിറാജ് എന്ന പത്രം ഇന്ന് നോട്ടു മാറ്റത്തെ സംബന്ധിച്ച അന്തർനാടകങ്ങളെ കുറിച്ച് നമ്മോട് പറയുന്നു. അച്ചാദിൻ നിങ്ങൾക്ക് തരും, മോദി പറഞ്ഞതാണ്. വന്നു അച്ചാദിൻ, അത് മോദിക്കും അദ്ദേഹത്തിന്റെ ചാർച്ചക്കാർക്കും മാത്രം. നോട്ട് നിരോധനത്തിന്റെ മറവിൽ മോദി തനിക്കും ചാർച്ചക്കാർക്കും നല്ലതുപോലെ കമ്മീഷൻ രാജ് നടപ്പാക്കി കൊടുത്തു. 3 ലക്ഷം കോടി രൂപയുടെ 2000 രൂപയുടെ നോട്ട് കള്ളനോട്ടായി അടിച്ച് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വ്യോമസേന വിമാനത്തിൽ എത്തിച്ച് അത് വെച്ച് പീഡിക കച്ചവടം നടത്തി. കള്ളനോട്ട് നൽകി 1000-ന്റെയും 500-ന്റെയും കള്ളപ്പണം കമ്മീഷൻ ബേസിൽ മാറ്റി അത് സ്വന്തം കീശയിലാക്കി. ലോകത്ത് ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനൊരു തരംതാണ കള്ളനോട്ടടി നടത്തിയിട്ടുണ്ടാകില്ല, ഇനി നടത്താനും ഇടയില്ല. ഇന്ന് സിറാജ് എന്ന പത്രം അതിന്റെ 1-ാം പുറത്ത് തരുന്ന വാർത്ത കാണുക. നോട്ട് മാറ്റി നൽകിയത് BJP ഓഫീസിൽ. നോട്ട് നിരോധനം വൻ അഴിമതിയാണെന്ന് തെളിയിക്കുന്ന പുതിയ തെളിവുമായി കോൺഗ്രസ്. നോട്ട് അസാധുവാക്കൽ, സമയത്തെ നോട്ട് മാറ്റി നൽകൽ, അഴിമതിയിൽ BJPയെ പ്രതിരോധത്താക്കുന്ന കൂടുതൽ ഒളിക്യാമറ ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. അഹമ്മദാബാദിനെ കേന്ദ്രീകരിച്ചാണ് ഇതൊക്കെ നടന്നതും
എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ വേനൽ മഴ തകർത്തു പെയ്തു. 11 സെന്റിമീറ്ററോളമാണ് ഇവിടെ മഴ പെയ്തത്. ഈ ചിത്രം കാണുക. ഇത് മഴ പെയ്യുന്ന തിരുവനന്തപുരമല്ല, മറിച്ച് മഴയ്ക്ക് തൊട്ടു മുമ്പ് കാർമേഘങ്ങളാൽ മൂടിയ തിരുവനന്തപുരം നഗരമാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ കിഴക്കേക്കോട്ടയാണ് നിങ്ങൾ കാണുന്നത്. മഴയ്ക്ക് തൊട്ടു മുമ്പ് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഈ നഗര ദൃശ്യം മാതൃഭൂമി ഉൾപേജിൽ തരുന്നു. ഈ ദൃശ്യത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.